അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ എഴുതണ്ടേ? നീറ്റും 12th ബോർഡ് എക്സാമും ഞാൻ 2 വർഷം കഴിയുമ്പോൾ എഴുതാൻ പോകണം. പേടിയുണ്ടോ അപ്പൊ? എക്സാം എഴുതുന്നതിനെക്കാട്ടിലും എനിക്ക് പേടി ഇത് ട്രാൻസ്പെറന്റ് ആയിരിക്കുമോ, ഇവാലുവേഷൻ പ്രോപ്പർ ആയിട്ട് സംഭവം. അല്ല, ഈ പരീക്ഷാ സമ്പ്രദായം ഇങ്ങനൊരു പരീക്ഷാ സമ്പ്രദായമേ വേണ്ട എന്നിപ്പോ ഒരു അഭിപ്രായം വന്ന കേട്ടില്ലയോ? അതെങ്ങനെയുണ്ട് ഐഡിയ? അത് രതീഷ് കുമാർജി പറഞ്ഞില്ലേ? 12th മാർക്സ് മാത്രം വെച്ചിട്ടല്ല, അതായത് അതിനു മുമ്പ് 6th or 7th ക്ലാസ്സുകൾ തൊട്ട് ഒരു പ്രോപ്പർ അസസ്മെന്റ് രീതി നടക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ നീറ്റ് എന്നുള്ള ഒരു എക്സാമിന് പകരം നീറ്റ് എനിക്കൊന്ന് ഒരുപാട് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു പരീക്ഷയാണ് അത്. കാരണം അതൊരു ഓൾ ഇന്ത്യ എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളാകാൻ താല്പര്യം വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു അഗ്നി പരീക്ഷണമാണ്. 10th ക്ലാസ് തൊട്ട് തന്നെ ഈ പല കോച്ചിങ്, ഇപ്പൊ ഞാനാണെങ്കിൽ ബ്രില്യന്റിൽ പോവാണ്. കോച്ചിങ് തുടങ്ങി അല്ലേ? കോച്ചിങ് തുടങ്ങി. 10th ക്ലാസ് തൊട്ട് തന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് വരുന്ന കുട്ടികളാണ്. അപ്പൊ അവസാനം പരീക്ഷ എഴുതി ലാസ്റ്റ് മൊമെന്റ് എല്ലാം ക്യാൻസൽ ചെയ്തെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്സാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും. ഞാൻ വരാം. അപ്പൊ യഥാർത്ഥത്തിൽ മാതാപിതാക്കളും ഇതിനോടൊപ്പം തന്നെ കുട്ടികളൊപ്പം സഞ്ചരിക്കുന്നവരാണല്ലോ. അവർക്കിതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം ഇത്രയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ളത്. പരീക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇത് ചെറിയൊരു വിഷയമല്ല സാർ. കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ തൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞ് വയറ്റിൽ നിന്ന് ആമ്പിടുമ്പോഴേക്ക് മുതൽ ഇവർക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുമായിട്ടാണ് ഈ മാതാപിതാക്കൾ ജീവിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാം ഒരുക്കി കൊടുത്ത് ഈ എക്സാം ടൈമിലേക്കൊക്കെ വരുമ്പോൾ വലിയ സ്ട്രെസ്സാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അതായത് അദ്ദേഹം 24 വർഷം പ്രവാസിയായിരുന്നു. കുടുംബം പോറ്റി പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു എല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ വാടകയ്ക്ക് കിടക്കുക. അസുഖമാണ്, ഭാര്യയ്ക്ക് അസുഖമാണ്, കർട്ടൻ്റെ വർക്കും ചെയ്തുകൊണ്ട് ജീവിക്കുക. ആ കുട്ടി ഇതിനകത്ത് എഴുതി കഴിഞ്ഞിട്ട് ആ കുട്ടി ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിത്യവൃത്തിക്ക് വഴിയില്ലാതെ നിൽക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഇതുപോലെ വലിയ പ്രതിസന്ധിയാണ്, ചെറിയ പ്രതിസന്ധിയല്ല. മാനസികമായിട്ട് മാതാപിതാക്കൾ തകർന്നു പോവുക. അവർക്ക് ഈ കുട്ടികളെക്കാൾ വലിയ വേദനയാണ്. കാരണം ഉറക്കമൊഴിച്ചിരുന്ന് അവരുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാ ഒത്താശയും ചെയ്ത് കടവും പലിശയും, അതായത് ആയിരക്കണക്കിന് ആളുകൾ എനിക്കറിയാം മൊത്തം കടവും പലിശയും ലോണും ഒക്കെ ആയി കുടുംബം മൊത്തം പണയം വെച്ച് ഈ മക്കളൊന്ന് വെള്ളം തോർന്നു വരുമ്പോൾ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് വെള്ളം തോർന്നു വന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് സമാധാനത്തോടെ ജീവിക്കാൻ എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിപ്പെട്ട് ഒട്ടനവധി കുട്ടികൾ വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെതിരെയൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ അല്ലാതെ നേർവഴിക്ക് പഠിച്ച് എവിടെയെങ്കിലും എത്തണം, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒട്ടനവധി മക്കളുണ്ട്. ചുരുക്കം കുട്ടികളാണ് അങ്ങനെ പോകുന്നത്. പക്ഷെ അവരുടെയൊക്കെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന ഇത്തരം മാഫിയകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വകാര്യ മേഖലയിലേക്ക് ഇത്തരം വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കൊണ്ട് കെട്ടുന്നത് ശരിയല്ല. ശക്തമായി അതിനെ നിയന്ത്രിക്കേണ്ട കാലം കടന്നുപോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.